നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലകളിലൂടെ ഒന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ എന്ന് പറയുന്ന ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്ന ഒരു ജില്ലയായി തന്നെ നമുക്ക് ആലപ്പുഴയെ പരിഗണിക്കേണ്ടി വരും. അതിലേറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ എന്ന് പറയാം ഒന്ന് കായംകുളമാണ്, മറ്റൊന്ന് മാവേലിക്കര, ഹരിപ്പാട്, അമ്പലപ്പുഴ, ആലപ്പുഴ, ചേർത്തല, അരൂർ, ചെങ്ങന്നൂർ എന്നീ മണ്ഡലങ്ങളാണ് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട മണ്ഡലങ്ങളായി വരുന്നത്. അങ്ങനെ ഈ മണ്ഡലങ്ങൾ എല്ലാം കൂടി നമ്മൾ കണക്കാക്കുമ്പോൾ ഏകദേശം വിജയസാധ്യത, ഇടതുപക്ഷത്തിന് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ഓരോ മണ്ഡലങ്ങളും എടുത്ത അവിടുത്തെ വിശകലനമാണ് നമുക്ക് നടത്തി നോക്കേണ്ടത്. ഇപ്പം കായംകുളം മണ്ഡലം നമുക്ക് പരിഗണിക്കാം. കായംകുളം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അല്പം കടുകട്ടിയായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള ഒരു പ്രാധാന്യം കായംകുളത്തിന് ഇത്തവണ ഉണ്ട് എന്നുള്ളതാണ്. ഏകപക്ഷീയമായി അവിടെ ആരും വിജയിക്കാനുള്ള ഒരു സാധ്യത ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു പ്രതിഭയാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി കായംകുളത്ത് നിന്ന് മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ UDFിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അഡ്വക്കേറ്റ് എം ലിജു ആണ് മത്സരിക്കുന്നത്. BDJSൻ്റെ അതായത് NDA സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നത് തമ്പി മേട്ടുത്തറ. പുള്ളി നേരത്തെ CPIക്കാരനായിരുന്നു തമ്പി മേട്ടുത്തറ എന്നുള്ള വിവരം നമുക്കെല്ലാവർക്കും അറിയാം. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളാണ് അവിടെയുള്ളത്. കായംകുളത്തിൻ്റെ ഒരു സവിശേഷ സാഹചര്യം പരിഗണിക്കുമ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമുക്ക് നോക്കിക്കാണാൻ 47 മുതൽ 49% വരെ വോട്ട് നേട്ടത്തോടു കൂടി നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അതായത് 3ാം തവണയാണ് പ്രതിഭ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത് എന്നർത്ഥം. ഒരു തവണ എം ലിജുവിനെ പരാജയപ്പെടുത്തുന്നു, തുടർന്ന് അരിത ബാബുവിനെ പരാജയപ്പെടുത്തുന്നു, വീണ്ടും എം ലിജു പ്രതിഭയുടെ എതിർ സ്ഥാനാർത്ഥിയായി വന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ എം ലിജുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എതിരഭിപ്രായമില്ലാത്ത ഒരു നേതാവാണ് എം ലിജു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കോൺഗ്രസ്സുകാരിൽ മാന്യന്മാരുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ പെടുന്ന ഒരു വ്യക്തിയാണ് എം ലിജു എന്ന് പറയുന്ന മത്സരാർത്ഥി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കായംകുളത്തുകാർക്ക് അല്പസ്വല്പം സെൻറ്റിമെൻസും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ നമുക്ക് ചില ഘടകങ്ങളിൽ നമുക്ക് മാറ്റി നിർത്തേണ്ടി വരും. കാര്യം അവിടെ നമുക്കറിയാവുന്നത് പോലെ തന്നെ പ്രതിഭയ്ക്കെതിരായി UDFിൻ്റെ ഒരു കൺവീനർ ആയിട്ടുള്ള ഒരാൾ, അതായത് മുസ്ലിം ലീഗ് നേതാവ് പ്രതിഭയ്ക്കെതിരായി ഉന്നയിച്ച ഒരു വളരെ മോശപ്പെട്ട ഒരു പരാമർശം നമുക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതിധ്വനിക്കാനുള്ള സാധ്യതകളേറെ ആയിരുന്നു. അപ്പോൾ അതൊരു പക്ഷേ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം. പിന്നെ തന്നെയുമല്ല, അത് ഇടത് കോട്ട തന്നെയാണ് കായംകുളം എന്ന് പറയുന്ന ഒരു മണ്ഡലം. അതിൻ്റെ ഒട്ടുമിക്ക പഞ്ചായത്തുകളും ഭരിക്കുന്നതും ഇടതുപക്ഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം പ്രാധാന്യം ഇടതുപക്ഷത്തിന് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അപ്പം നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കായംകുളത്തിൻ്റെ വികസനത്തിന് ഒരു പുതിയ ഭാവുകത്വം ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു നേതാവാണ്, അല്ലെങ്കിൽ ഒരു MLA ആണ് ശരിക്കും യു പ്രതിഭ എന്ന് പറയുന്ന ഒരു നേതാവ്. തന്നെയുമല്ല, ഇനിയിപ്പം ഏറ്റവും അവിടെ പ്രതിഭയ്ക്കെതിരെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കായംകുളം താലൂക്ക് രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷേ ആ താലൂക്ക് രൂപീകരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ കായംകുളത്തൊരു താലൂക്ക് ഓഫീസ് വന്നില്ലെങ്കിലോ കായംകുളം താലൂക്ക് രൂപീകരിച്ചില്ലെങ്കിലും പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. എന്തുതന്നെയാണെങ്കിൽ തന്നെയും ഒരു നേരിയ ശതമാനം പല സർവേകളിലും ഈ പറയുന്ന പോലെ എം ലിജുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് യു പ്രതിഭ വിജയിച്ച് കയറാനുള്ള സാധ്യതകളാണ് കാണുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഏകദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു 49% വരെ വോട്ട് ഇത്തവണയും പ്രതിഭ നേടാനുള്ള സാധ്യതകളുണ്ട്. കാരണം പലർക്കും ഒരു വികസനത്തിൻ്റെ തുടർച്ച ആവശ്യമാണ്. അവിടുത്തെ ആശുപത്രി വികസനമാണെങ്കിലും, അവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ വികസനമാണെങ്കിലും, അവിടെ തിയേറ്ററുകളില്ലാതെ കിടന്ന കായംകുളം പോലെ ഒരു നാട്ടിൽ അല്ലെങ്കിൽ ആ ഭാഗത്ത് ഒരു തിയേറ്റർ സമുച്ചയം വരാൻ പോകുന്നു എന്നുള്ള കാര്യത്തിലാണെങ്കിലും, പിന്നീട് അനവധി പാലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെ നമുക്ക് അറിയാവുന്നതുപോലെ പ്രതിഭ വലിയ കാര്യക്ഷമമായ രീതിയിൽ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, ആ ജനങ്ങളോടൊപ്പം നിൽക്കാനും അവരുടെ ഏതൊരു പ്രതിസന്ധിയിലും കൂടെ നിൽക്കാനും കഴിഞ്ഞ ഒരു നേതാവായതുകൊണ്ട് തന്നെ പ്രതിഭ ഇത്തവണ കായംകുളം മണ്ഡലം നേരിയ വ്യത്യാസത്തിലാണെങ്കിൽ പോലും, കഴിഞ്ഞ തവണ 6000 വോട്ടിൻ്റെ എന്തോ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അത്രയും ഒന്നും എത്തില്ലെങ്കിൽ തന്നെയും ഒരു നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ പോലും കായംകുളം മണ്ഡലം ഇടതുപക്ഷം പിടിച്ചു നിർത്താനാണ് സാധ്യതകൾ തെളിയുന്നത്.
പിന്നീട് ഏകപക്ഷീയമായ ഒരു വിജയം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് മാവേലിക്കര മണ്ഡലം. അതായത് അവിടുത്തെ അരുൺകുമാർ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ആ നാട്ടിൽ മാവേലിക്കരയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അരുൺകുമാർ. നമുക്കറിയാവുന്ന പോലെ ആ രാജേഷിന് ശേഷം ആ രാജേഷ് ആണ് അവിടുത്തെ ഒരു കോൺഗ്രസിൻ്റെ അപ്രമാദിത്വം എം മുരളി എന്ന് പറയുന്ന ഒരു UDF മത്സരാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ രാജേഷ് കയറി വരികയും പിന്നീട് നമുക്കറിയാം രാജേഷ് എങ്ങനെയായിരുന്നു രാജേഷിൻ്റെ ജീവിതമെന്നും ആ രാജേഷിനെ പിന്നെ ജനങ്ങൾ എങ്ങനെയാണ് ഉൾക്കൊണ്ടതെന്നും ആ രാജേഷ് തന്നെ പിന്നീട് മാവേലിക്കര മണ്ഡലത്തിൽ ഏതൊക്കെ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയാം. എന്നാൽ അതിനേക്കാൾ ഇതുകൂടി ഒരു ഘട്ടം കൂടി മികച്ചു നിൽക്കുന്ന പ്രകടനങ്ങളാണ് അവിടെ പലപ്പോഴും ഈ അരുൺകുമാർ എന്ന് പറയുന്ന ഒരു MLA നടത്തിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ മാവേലിക്കര മണ്ഡലവും ഇത്തവണ അരുൺകുമാറിനെ കൈവിടാനുള്ള സാധ്യത തീരെ കുറവാണ്. ഏകദേശം നമുക്ക് അറിയാവുന്ന പോലെ 24,717 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അരുൺകുമാർ മാവേലിക്കര മണ്ഡലം പിടിച്ചെടുത്തതിൽ അവിടെ സ്വന്തമായി നിലയുറപ്പിച്ചത് എന്ന് പറയുന്നതാവും ശരി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം എത്ര കുറഞ്ഞാലും ഒരു 10,000 വോട്ടിനകത്ത് ഉള്ള ഒരു ഭൂരിപക്ഷത്തിലാണെങ്കിൽ പോലും അരുൺകുമാർ വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം പിന്നീട് ഭൂരിപക്ഷം ഉയരാനുള്ള സാധ്യതകൾ കൂടി നമുക്ക് മാവേലിക്കര മണ്ഡലത്തിൽ പറയേണ്ടി വരുമെന്നർത്ഥം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങൾ ഇവിടെ നമ്മൾ പറയുന്ന പോലെ വളരെ കൃത്യമായി LDF കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി തൊട്ടടുത്ത് ഹരിപ്പാട് മണ്ഡലമാണ്. ഹരിപ്പാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതൊരു UDF മണ്ഡലം തന്നെയാണ്. UDF ഏറ്റവും അധികം പ്രാധാന്യം ഏതാണ്ട് 51% വോട്ടുകളുടെ നേട്ടത്തോടുകൂടി വോട്ട് ഷെയറോടുകൂടി മണ്ഡലം പിടിച്ചു നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ അവിടുത്തെ UDF തന്നെയാണ്. നമുക്കറിയാം ഇപ്പോൾ ഇരിക്കുന്ന DCC അധ്യക്ഷനാണെങ്കിൽ പോലും മത്സരിക്കുന്ന സമയത്ത് നല്ല ഭൂരിപക്ഷത്തോടെയും വലിയ തോതിലുള്ള വോട്ട് വിഹിതത്തോടു കൂടി തന്നെയുമാണ് അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. തുടർന്ന് രമേശ് ചെന്നിത്തലയെ പോലെ ഒരു നേതാവ് വരികയും ആ മണ്ഡലം സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കി വെക്കുകയും ചെയ്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ മറ്റൊരു ജിസ്മോനാണ് അവിടെ CPIയുടെ സീറ്റാണത്. CPIയിലെ ജിസ്മോനാണ് ഇത്തവണ മത്സരിക്കുന്നത്. പക്ഷേ മത്സരം കടുക്കുന്നത് ജിസ്മോന്റെ സാന്നിധ്യം കൊണ്ടല്ല എന്ന് കൂടി നമ്മൾ പറയേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ അവിടെ പിന്നെ ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമില്ല എങ്കിൽ തന്നെയും ഇപ്പോൾ മറ്റൊരു മുന്നണി കൂടി, അതായത് സന്ദീപ് വചസ്പതി എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി കൂടി അവിടെ മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ മത്സരം കുറച്ചുകൂടി കടുത്തതായി മാറുന്നു എന്നുള്ളതാണ് കാര്യം. നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊരു സാമുദായിക ബെൽറ്റ് കൂടിയാണ്. അതായത് ഒരു നായർ പ്രാധാന്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ പറയുന്ന ഹരിപ്പാട് എന്ന് പറയുന്ന മണ്ഡലം. അവിടെ സന്ദീപ് വചസ്പതിയെ പോലെ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ അവിടെ BJPയുടെ വോട്ടുകൾ അല്ലെങ്കിൽ സന്ദീപ് വചസ്പതിക്ക് ലഭിക്കുന്ന വോട്ടുകൾ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അത് നിർണായക ഘടകമായി മാറും എന്നുള്ളിടത്താണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത്. കാരണം സന്ദീപ് വചസ്പതി ആരുടെ വോട്ടുകൾ കൊണ്ടാണ് ജയിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നത് എന്നുകൂടി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു മണ്ഡലം കൂടിയാണ് ഹരിപ്പാട് മണ്ഡലം. അവിടെ രമേശ് ചെന്നിത്തല മുൻപുണ്ടായിരുന്ന വലിയൊരു പ്രാധാന്യം നിലനിർത്തിക്കൊണ്ട് പോകുമോ എന്നുള്ളതും ഇത്തവണ സംശയമാണ്. എന്നിരുന്നാൽ തന്നെയും അവിടെ ഏറ്റവും അധികം സാധ്യത തെളിഞ്ഞു നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്കാണ് എന്നുള്ള കാര്യം നമുക്ക് ഒഴിവാക്കി കളയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതിൽ 3 മണ്ഡലങ്ങൾ പരിഗണിച്ചതിൽ 2 മണ്ഡലങ്ങളിൽ LDFും ഒരിടത്ത് മാത്രം ഹരിപ്പാട് മണ്ഡലത്തിൽ മാത്രം ഈ പറയുന്ന നമ്മുടെ UDFും വിജയിക്കാനുള്ള സാധ്യതകളാണ് നിലവിലുള്ളത്. പിന്നീട് നമ്മൾ അമ്പലപ്പുഴയിലേക്ക് പോയാൽ അമ്പലപ്പുഴ കുറച്ചധികം പ്രതിസന്ധി നേരിടുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അമ്പലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതുപോലെ അവിടെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് വേദിയായ ഒരു മണ്ഡലമാണ്. അതായത് നമുക്ക് പിന്നെ അവിടെ ഏറെക്കാലം അമ്പലപ്പുഴ മണ്ഡലം കൈപ്പിടിയിൽ ഒതുക്കി തൻ്റേതാക്കി വെച്ചിരുന്ന 2006 മുതൽ തന്നെ ഈ മണ്ഡലം കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരുന്ന ഒരു നേതാവാണ് G. സുധാകരൻ. ഏറ്റവും ആലപ്പുഴ ജില്ലയിലെ മുതിർന്ന CPM നേതാക്കന്മാരിൽ ഒരാൾ. അദ്ദേഹം ചില രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കുകയും പിന്നീട് അദ്ദേഹം ഈ പറയുന്ന UDF പിന്തുണയോടുകൂടി ഒരു ജനകീയ സ്വതന്ത്രൻ എന്ന് സ്വയം വിളിച്ച് പേരിട്ടുകൊണ്ട് അദ്ദേഹം മത്സര രംഗത്തേക്ക് ഇറങ്ങുകയും ചെയ്ത സാഹചര്യമാണ് അവിടെയുള്ളത്. അതോടൊപ്പം തന്നെ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ H. സലാമാണ് അവിടെ മത്സരിക്കുന്നത്. എന്നാൽ അവിടെ BJPക്ക് വലിയ പ്രാധാന്യത്തോടു കൂടിയല്ല അവിടെ നിൽക്കുന്നത്. കാര്യം BJPയുടെ ഒരു 5000-ഓളം വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്ന് G. സുധാകരൻ കാലേ കൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടതുപക്ഷത്തിൽ നിന്നുള്ള വോട്ടുകളും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDF വോട്ടുകളും അതോടൊപ്പം BJP വോട്ടുകളും തനിക്ക് ലഭിക്കും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് അവിടെ നിൽക്കുന്നത്. അവിടെ തന്നെയുമല്ല അവിടെ SDPI സംബന്ധിച്ചുള്ള വിവാദങ്ങളും ഇതേപോലെ തന്നെ അദ്ദേഹം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം G. സുധാകരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും അവിടെ വർഗീയ പ്രീണനത്തിന് ശ്രമിച്ചുകൊണ്ടുള്ള ചില വിദ്വേഷ പരാമർശങ്ങളും ഒക്കെ G. സുധാകരനെ ഇത്തവണ അമ്പലപ്പുഴ മണ്ഡലത്തിലെ ജനങ്ങൾ കൈവിടാൻ കാരണമാകുമോ എന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ എന്തുതന്നെയാണെങ്കിലും അവിടെ LDF പോലും വിശ്വാസമില്ലാത്ത
ഒരു മണ്ഡലമായി തൽക്കാലം അമ്പലപ്പുഴ മാറി. എന്നാൽ LDF നേരത്തെ വളരെയധികം വിശ്വാസമുണ്ടായിരുന്ന, ഉറപ്പായും വിജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിൽ എണ്ണിക്കൊണ്ടിരുന്ന മണ്ഡലം അമ്പലപ്പുഴ എന്നാൽ ഇന്ന് കുറച്ച് അധികം കടുക്കുന്ന സാഹചര്യത്തിലാണ്. ഒരു ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് മാത്രമല്ല, അവിടെ ഒരു വിജയപ്രതീക്ഷ പോലും ഇപ്പോൾ LDF വെച്ച് പുലർത്തുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അമ്പലപ്പുഴ മണ്ഡലവും നമുക്ക് അത്ര ഉറപ്പിച്ച് പറയാൻ, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു മണ്ഡലമല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഒരു 4 മണ്ഡലങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ആ 4 മണ്ഡലങ്ങളിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ ഒരു 2 മണ്ഡലങ്ങൾ LDF അനുകൂലമായും 2 മണ്ഡലങ്ങൾ UDF അനുകൂലമായും നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നീട് നമ്മൾ നോക്കേണ്ടത് ചെങ്ങന്നൂർ എന്ന് പറയുന്ന മണ്ഡലം. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏകപക്ഷീയമായ ഒരു നേട്ടമായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത് ഇടതുപക്ഷത്തിന് എന്നുള്ള കാര്യം. സജി ചെറിയാനെ പോലെ ഒരു മന്ത്രിയും അദ്ദേഹം പ്രളയകാലത്ത് അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകളും ഒക്കെ കൊണ്ട് തന്നെയാണ് സജി ചെറിയാൻ എന്ന് പറയുന്ന ഒരു നേതാവ് MLA ആകുന്നതും പിന്നീട് മന്ത്രിയായി മാറുന്നതും. മന്ത്രി എന്നുള്ള നിലയിലാണെങ്കിലും ഏത് അർത്ഥത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ആ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് എക്കാലവും മുന്നിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിച്ച ഒരു നേതാവായിട്ട് തന്നെ നമുക്ക് സജി ചെറിയാനെ വിലയിരുത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നമുക്ക് മൂന്നാമതൊരു ചോദ്യമില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ വീണ്ടും 3-2 എന്ന് പറയുന്ന ഒരു കണക്കിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ പോകുന്നത് ആലപ്പുഴ മണ്ഡലത്തിലേക്കാണ്. ആലപ്പുഴ മണ്ഡലവും നമുക്ക് വലിയ, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സംശയത്തിന് ഇട കൊടുക്കുന്ന ഒരു മണ്ഡലമൊന്നുമല്ല. തോമസ് ഐസക്കിൻ്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലമാണ്. പിന്നീട് P. ചിത്തരഞ്ജൻ്റെ കയ്യിലേക്ക് അത് എത്തിച്ചേരുന്ന ഒരവസ്ഥയുണ്ട്. പിന്നീട് MJ ജോബ് എന്ന് പറയുന്ന ഒരാൾ, അതായത് UDF ഉണ്ടായിരുന്ന UDF നേതാവിൽ നിന്നും പിന്നീട് കൺവെർട്ടഡായി BJP ആയി മാറിയ ഒരു നേതാവാണ് MJ ജോബ്. അദ്ദേഹമാണ് ഇത്തവണ അവിടെ BJPക്ക് വേണ്ടിയിട്ട് NDAക്ക് വേണ്ടി മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി. പക്ഷേ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 50% വരുന്ന വോട്ട് ഷെയർ CPM അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഉണ്ട് എന്നുള്ളതും ആ മണ്ഡലത്തിൻ്റെ, ആലപ്പുഴ മണ്ഡലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലവും LDF അക്കൗണ്ടിലേക്ക് തന്നെ ആയിരിക്കും പോവുക. അപ്പം നമ്മൾ ഇത്രയും പരിഗണിച്ചതിനകത്ത് നിന്ന് ഒരു എന്താ പറയുക, ആലപ്പുഴ ഉൾപ്പെടെ നമുക്കൊരു 4ഓളം മണ്ഡലങ്ങൾ ഏകദേശം കയ്യിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അരൂരെ സ്ഥിതിവിശേഷം മറിച്ചൊന്നുമല്ല, അവിടെ ശക്തമായൊരു മത്സരമാണ് അവിടെ നടക്കുന്നത്. ഇവിടെ ഒരു വലിയ സാധ്യത പറയാൻ ദിലീമ ജോജോയ്ക്ക് കഴിയില്ലെങ്കിൽ തന്നെയും ഒരു നേരിയ സാധ്യത മാത്രമാണ് ദിലീമ ജോജോയെ സംബന്ധിച്ചിടത്തോളം അരൂർ മണ്ഡലത്തിൽ നിലവിൽ ഉള്ളത്. പിന്നീട് നമുക്കറിയാവുന്ന പോലെ ചേർത്തല മണ്ഡലമാണ്. ചേർത്തല മണ്ഡലം ഒരു ഏകപക്ഷീയമായ ഒരു മണ്ഡലമായി മാറേണ്ടി വരും. കാര്യം P. പ്രസാദിനെ പോലെ ഒരാൾ അവിടെ മത്സരിച്ചു, അവിടെ നിന്ന് കൃഷിവകുപ്പ് മന്ത്രിയാവുന്നു. അതിനു മുമ്പ് P. തിലോത്തമനായിരുന്നു അവിടെ ചേർത്തല മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറിയത്. അവിടെ സാമുദായിക അടിസ്ഥാനം അല്ലെങ്കിൽ സാമുദായികമായ ഒരു വലിയ കെട്ടുറപ്പുള്ള ഒരു പ്രദേശം കൂടി ആയതുകൊണ്ട് തന്നെ P. പ്രസാദിനെ സംബന്ധിച്ചിടത്തോളം ചേർത്തല മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് കയറുക എന്ന് പറഞ്ഞാൽ അത്ര പ്രയാസകരമായ കാര്യമല്ല. അത് തന്നെയുമല്ല, അവിടെ അത്ര ശക്തനായ മത്സരാർത്ഥിയൊന്നുമല്ല P. പ്രസാദിനെതിരെ നിൽക്കുന്നത്. നമുക്ക് നോക്കാം. ഏകദേശം 45 മുതൽ 51% വോട്ട് വരെയാണ് അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ആകെ പരിഗണിക്കുമ്പോൾ ഇതിൽ നിന്ന് ആകെ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് ഹരിപ്പാട്, അമ്പലപ്പുഴ എന്നീ മണ്ഡലങ്ങളാണ്. അതോടൊപ്പം വളരെ നേരിയ തോതിൽ ഒരു ചെറിയ സംശയത്തോടുകൂടി നിൽക്കുന്ന അരൂർ എന്ന മണ്ഡലമാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാലും ഏകദേശം ഒരു നമ്മൾ പരിഗണിക്കുമ്പോൾ അവിടെ മൊത്തത്തിൽ നമ്മൾ ഏകദേശം ഇതുവരെ കണക്കെടുക്കുമ്പോൾ തെക്കൻ ജില്ലകളിൽ ആലപ്പുഴ വരെ എത്തി നിൽക്കുന്ന കണക്കുകൾ എടുക്കുമ്പോൾ ഏകദേശം 25ഓളം സീറ്റുകൾ ഇടതുപക്ഷത്തിന് തെക്കൻ ജില്ലകളിൽ നിന്ന്, അതായത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിൽ നിന്ന് ഉറപ്പിക്കാൻ കഴിയുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.